ഹലോ എവരിവൺ. ബന്ധങ്ങൾ ഏറ്റവും കൂടുതൽ ദൃഢമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഘടകം ഏതാണെന്ന് അറിയാമോ? കമ്മ്യൂണിക്കേഷൻ അഥവാ ആശയവിനിമയം. പരസ്പരം മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ തയ്യാറായാൽ തന്നെ ബന്ധങ്ങൾക്കിടയിലുള്ള വിള്ളലും അകൽച്ചകളും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്ന് ഏറ്റവും കൂടുതലായിട്ടുള്ള പ്രശ്നവും ഇത് തന്നെയാണ്. പരസ്പരമുള്ള കാര്യങ്ങൾ പറയാനോ കേൾക്കാനോ തയ്യാറാകാത്ത ഒരു സമൂഹമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളൊക്കെ തന്നെയും അറിഞ്ഞോ അറിയാതെ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ മാറാറുമുണ്ട്. സാങ്കേതിക വിദ്യയിലൊക്കെ നമ്മൾ ഒരുപാട് മുമ്പിലാണ് എന്ന് അഹങ്കാരത്തോടെ പറയുമ്പോഴും പരസ്പരമുള്ള സംസാരം, ഒരു കുടക്കീഴിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ പോലും നല്ലൊരു ബന്ധമില്ല, അല്ലെ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിടയിലുള്ള ആ ഗ്യാപ്പ് മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. കമ്മ്യൂണിക്കേഷനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാമോ? കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്നാണ്, അല്ലെ? ആശയവിനിമയം എന്ന് പറയുന്ന ഒരു സ്കില്ലാണ്. പല സ്കില്ലുകളും ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നത് പോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളൊന്ന് മനസ്സ് വെക്കണം, എന്ത് കാര്യത്തിനും മനസ്സ് വെക്കണമെന്ന് പറയുന്നത് പോലെ ഇവിടെയും നല്ലൊരു സംഭാഷണം നമ്മൾ നടത്താൻ, അല്ലെ പരസ്പരമുള്ള ഒരു ആശയവിനിമയത്തിനൊക്കെ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമ്മുടെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷന്, അല്ലെ അവർക്ക് നമ്മളോടൊരു താല്പര്യമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ ഇങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ എനിക്കധികം സംസാരിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ഞാൻ വല്ലാതെ ദേഷ്യപ്പെടുന്ന ആളാണ്. അങ്ങനെ നമ്മളുടെ സ്വഭാവത്തെക്കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ട്. ആ ധാരണകളൊന്നും മാറ്റി എഴുതാൻ നമ്മളൊന്നും മനസ്സ് വെച്ചാൽ നമുക്ക് സാധിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ നമ്മളൊന്നും മനസ്സ് വെക്കണം. എനിക്ക് മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ ചില പാളിച്ചകളൊക്കെ ഉണ്ടെന്നൊന്ന് തിരിച്ചറിഞ്ഞ് ഒരല്പം നമ്മളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തി ആ ഒരു സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സ് വെക്കുക എന്നുള്ളതാണ്. അതിനാദ്യം വേണ്ട കാര്യം എന്താണെന്ന് അറിയാം? ആക്റ്റീവ് ലിസണിങ് ആണ്. നമ്മളോട് ആരെങ്കിലും സംസാരിച്ചത്, അത് നമ്മുടെ വീട്ടിലുള്ള ആളാകാം, നമ്മുടെ ജീവിത പങ്കാളിയോ കുട്ടികളോ ആരുമായിക്കോട്ടെ, നമ്മളോട് മറ്റുള്ളവർ ആരെങ്കിലും അവരുടെ കാര്യങ്ങൾ പറയാൻ തയ്യാറാവുമ്പോൾ അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ്. വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്, ഒരു ടാസ്ക്കാണ്. അതോടൊപ്പം ആശയവിനിമയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഈ ആക്റ്റീവ് ലിസണിങ് ആണ്. ഒന്ന് കേൾക്കാൻ ചെവി കൊടുക്കുക. സംസാരിച്ച് ആ ഒരു വ്യക്തി നമ്മളോട് സംസാരിക്കുമ്പോൾ അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ചിലപ്പോൾ അത് പ്രയാസങ്ങളാകാം, അവരുടെ ഉള്ളിൽ കിടക്കുന്ന നീറുന്ന അനുഭവങ്ങളാവാം, എന്തുമായിക്കോട്ടെ. അതിനിടയിൽ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാതെ, നമ്മൾ അത് അവരെ തടസ്സപ്പെടുത്താതെ അവർ പറയുന്നത് നല്ല മനസ്സോടെ ഒന്ന് പറഞ്ഞു തീരാനുള്ള ഒരു സാവകാശം, അതിന് നമ്മളെ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യുക. അവർ പറയട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കുകയാണ് എന്ന് നമ്മളെ തന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ ആ വ്യക്തിക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർ പറയും. പലപ്പോഴും പറയാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ ജീവിത പങ്കാളി നമ്മളോട് അവർക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു വിഷമം പറയാൻ വരുമ്പോൾ അത് നമ്മൾ അവിടെ ബ്ലോക്ക് ചെയ്യണം. നീ ഒന്നും പറയണ്ട, അല്ലെ എനിക്ക് കേൾക്കണ്ട എന്ന് പറയുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. നേരെ മറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത്, നീ പറ, ഞാൻ കേൾക്കാം എന്ന് പറയാൻ നമ്മൾ തയ്യാറാവുമ്പോൾ ആ വ്യക്തിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ തീരും. എമ്പതി, കേൾക്കാൻ തയ്യാറാവുക എന്ന് പറയുമ്പോൾ എന്നാ നീ ആവശ്യമുള്ള കാര്യങ്ങൾ അത്രത്തോളം പറഞ്ഞോ, ഞാനിവിടെ മിണ്ടാതിരുന്നോളാം എന്നുള്ള അർത്ഥമല്ല. നമ്മളോടൊരു കാര്യം ആർക്കെങ്കിലും പറയണമെങ്കിൽ, അതും അവർ ഹൃദയം തുറന്ന് സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നന്നായി കേൾക്കാൻ തയ്യാറാകുന്ന ഒരു വ്യക്തിയായിരിക്കണം. സംസാരത്തിനിടയിൽ ബ്ലോക്ക് ചെയ്യാതിരിക്കുന്നത് കൊണ്ട് മാത്രം നമുക്ക് നല്ല ഒരു സംസാരം, അല്ലെ ഒരു കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. നമ്മളോട് സംസാരിക്കുന്ന ആളുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് കാര്യം മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെയാണ് എമ്പതി എന്ന് പറയുന്നത്. പുട്ട് യുവർ സെൽഫ് ഇൻ ദ ഷൂസ് ഓഫ് അതേഴ്സ് എന്ന് പറയും. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ എപ്പോൾ ചിന്തിക്കാൻ തയ്യാറാകുന്നോ ആ ഒരു അവസരത്തെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത്. ഒരു വിഷമമുള്ള കാര്യം നമ്മളോട് ഒരാൾ പറയുമ്പോൾ നമ്മളത് ചിരിച്ചുകൊണ്ട് കേൾക്കുക, അല്ലെ അത് വളരെ നിസ്സാരവൽക്കരിച്ച് നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് അത് എന്തോരം ഫീൽ ചെയ്യുമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മളെ ആ ഒരു സ്ഥാനത്ത് ചിന്തിച്ച് നമ്മളുടെ ഒരു വിഷമം നമ്മുടെ ഏറ്റവും അടുത്ത ആളോട് നമ്മൾ പറയുമ്പോൾ അവരത് ചിരിച്ചുകൊണ്ടാണ് കേൾക്കുന്നതെങ്കിൽ എന്തോരം നമുക്ക് മാനസിക വിഷമം ഉണ്ടാകും. ആ വ്യക്തി നമ്മളെ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ വരും. അത് തന്നെയാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളോട് പറയുന്നയാൾ, അല്ലെ ഒരു സന്തോഷകരമായ ഒരു കാര്യം അവർ പറയുകയാണ്, ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളത് കേൾക്കാൻ തയ്യാറാവും. ഇതൊക്കെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്ത്, അല്ലെ പഠിച്ചെടുക്കേണ്ട കാര്യമാണ്. ഈ എമ്പതി എന്ന് പറയുന്ന കാര്യം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവരായിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനുണ്ട്. മറ്റുള്ള വ്യക്തികളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ടും ഒക്കെ നമ്മളെ അത് സഹായിക്കും. ക്ലിയർ എക്സ്പ്രഷൻ. നമ്മളോട് ഒരാള് ഒരു കാര്യം പറയുകയാണ്, യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ നമ്മൾ ആ കാര്യം ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടുകൊണ്ട് പ്രതിമ കണക്കെ ഇരുന്നാൽ ആ വ്യക്തിക്ക് അത് എന്തോരം ഫീൽ ചെയ്യും, അല്ലെ ഞാൻ പറയുന്നത് കൊണ്ട് ഒരു പ്രയോജനം ഈ വ്യക്തിയോട് സംസാരിച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നലായിരിക്കും
അത് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ എക്സ്പ്രഷൻസിനും അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. നമ്മളൊരാൾ ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ ആ ഒരു ആംഗിളിൽ നിന്ന് നല്ല ശ്രദ്ധയോടെ കേൾക്കാൻ, പ്രത്യേകിച്ച് ഈ മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ആ ആള് പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാവുമ്പോൾ, അത് ചിലപ്പോൾ വിഷമമുള്ള കാര്യമാണെങ്കിൽ നമ്മുടെ എക്സ്പ്രഷനിൽ ആ ആളുടെ ആംഗിളിൽ നിൽക്കുമ്പോൾ നമ്മളുടെ മുഖത്തും ആ ഭാവങ്ങളൊക്കെ സ്വതവേ തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അപ്പോഴും നമ്മളോട് സംസാരിക്കാനായിട്ട് മറ്റുള്ളവർക്ക് ഇൻട്രസ്റ്റ് വരും. ചിലർ പറയും എന്നോട് ആർക്കും സംസാരിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ആരോടും സംസാരിക്കാൻ ഇഷ്ടമല്ല. എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ നമുക്ക് സ്കില്ലില്ല, അല്ലെ നമ്മളോട് ആളുകൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്ത എന്തോ ഒരു ഘടകം നമ്മളിലുണ്ട്. ചിലപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നന്നായി മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറാകാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ഇങ്ങനെ യാതൊരു ഭാവഭേദങ്ങളും ഇല്ലാതെ ഇങ്ങനെ ആരെന്തു പറഞ്ഞാലും പ്രതികരണമില്ലാതെ നിൽക്കുന്നതുകൊണ്ടൊക്കെ ആവാം നമ്മളോട് മറ്റു പലർക്കും അല്ലെ നമുക്ക് വേണ്ടപ്പെട്ടവരായാലും ഒന്നും സംസാരിക്കാതെ. ഇതൊക്കെ മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ തന്നെ നമ്മളെ ഒന്ന് ശ്രദ്ധിച്ചറിയാം ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ. ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ തയ്യാറായി. നല്ല റിലേഷൻഷിപ്പ്, ബന്ധങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞേച്ച് വീണ്ടും പുനഃസ്ഥാപിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ തകർച്ചയിലേക്ക് പോകാതിരിക്കുക അല്ലെ പോകാതെ നോക്കുക എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിൾ നിറഞ്ഞ കാര്യമൊന്നുമല്ല. അവിടെയൊക്കെ നമ്മൾ ഒരു അല്പം ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻ, അത് പേഴ്സണൽ ആണെങ്കിലും ശരി പ്രൊഫഷണൽ റിലേഷൻഷിപ്പിലായാലും നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊക്കെ ആയാലും നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, സംസാരം മാത്രമല്ല, വെർബലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല ആശയവിനിമയത്തിൽ വരുന്നത്, നോൺ വെർബലുമായിട്ടുള്ള തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അവിടെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഉണ്ട്, നമ്മുടെ ഗസ്റ്റേഴ്സ്, നമ്മുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്. നമ്മളോട് ഒരാൾ വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം അല്ല വളരെ ഇൻട്രസ്റ്റോടെ സംസാരിക്കാൻ വരുമ്പോൾ നമ്മൾ ക്ലോസ്ഡ് പോസ്റ്റർ കൈയൊക്കെ കെട്ടി നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ പറഞ്ഞിട്ട് അങ്ങ് പൊക്കോ എന്നുള്ള ഒരു ആംഗിളിലാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാൻ തീരെ താല്പര്യം കാണില്ല. ഇൻട്രസ്റ്റ് കാണിക്കുക, പറയാനുള്ളത് പറയാൻ, കേൾക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ള ഒരു മനോഭാവം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കാനായിട്ട് തയ്യാറാവുകയുള്ളൂ. അല്ലെങ്കിൽ ഈ സംസാരിക്കുക എന്നുള്ള ഒരു ആംഗിളിനപ്പുറം പല പ്രശ്നങ്ങളും നമ്മൾക്ക് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ആ രീതിയിലും കൂടെ നമ്മൾ ഈ കമ്മ്യൂണിക്കേഷനെ കാണാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ നമുക്ക് പ്രാധാന്യം കൊടുത്ത് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതോടൊപ്പം ടോൺ ഓഫ് വോയിസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം തന്നെ നമുക്ക് നമ്മളുടെ ടോൺ, നമ്മളുടെ സൗണ്ടിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റി പറയാം അല്ലെ. എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമായാലും നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണല്ലോ ഒരാളോട് നമ്മൾ പറയുമ്പോൾ ആ പറയുന്ന രീതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ചിലപ്പോൾ ചെറിയൊരു കാര്യമാണെങ്കിലും നമ്മളുടെ ടോൺ വ്യത്യസ്തമായ രീതിയിലാണെങ്കിൽ കേൾക്കുന്ന ആൾക്കത് ചിലപ്പം വല്ലാതെ ഹർട്ട് ചെയ്യും. അത് ചിലപ്പോൾ ഒരു വലിയ പിണക്കത്തിലേക്കും അല്ലെ ആ ബന്ധം തന്നെ, ആ റിലേഷൻഷിപ്പ് തന്നെ തകരുന്നതിന് കാരണമാകും. അപ്പൊ ഇതൊക്കെ നമ്മൾ കൊടുക്കേണ്ട ചെറിയ ചെറിയ ശ്രദ്ധകളാണ്. റെസ്പെക്ട്ഫുൾ ഡിസ്അഗ്രിമെന്റ്, ഒരാൾ നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അത് നമുക്ക് ചിലപ്പോൾ പൂർണ്ണമായി അംഗീകരിക്കാൻ സാധിക്കില്ല അല്ലെ. അല്ലെങ്കിൽ ഓരോ വ്യക്തികളും പറയുമ്പോൾ നമുക്കൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട്. അവർ പറയുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് അംഗീകരിക്കാനായിട്ട് സാധിച്ചു എന്ന് വരില്ല. പക്ഷെ നമ്മൾ അവിടെ ഡിസഗ്രി ചെയ്യുമ്പോൾ അവർ പറഞ്ഞ കാര്യം അങ്ങനെ അല്ല എന്ന് പറയുന്നതിന് പോലും ഒരു മാന്യത അല്ലെ ഒരു മര്യാദ, ഒരു റെസ്പെക്ട് കൊടുക്കാണ്ട് ശ്രമിക്കുക. അത് ആരുടെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ ചെയ്യുക. അത് പറ്റില്ല എന്ന് പറയുമ്പോൾ ആ പറയേണ്ട രീതിക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടോ അല്ലെ നമ്മളുമായിട്ടുള്ള ബന്ധത്തിന് ഒരു വിള്ളലോ ഒന്നും വരാതിരിക്കേണ്ടത് നമ്മളെ സഹായിക്കത്തേ ഉള്ളൂ. പ്രത്യേകിച്ചും ജീവിത പങ്കാളികൾ തമ്മിലുള്ള സംസാരത്തിലായാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് പറ്റില്ല അല്ലെങ്കിൽ നീ ഈ പറയുന്നതോട് ഞാൻ യോജിക്കുന്നില്ല എന്നാണ് നമ്മളുടെ അവരോട് പറയാനുള്ളതെങ്കിൽ അത് പറയേണ്ട രീതിക്ക് ഒരല്പം മര്യാദയോടെ നമ്മൾ പറയാൻ ശ്രമിച്ചാൽ അത് രണ്ട് ഭാഗത്തിൽ നിന്നും ആരായാലും അങ്ങനെയുള്ള ഒരു സംസാരം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. എല്ലാം വെട്ടി തുറന്ന് പറയുക എന്ന് പറയുമ്പോൾ ആ പറയുന്നതിനും അതിൻ്റെതായ ഒരു രീതി നമ്മൾ പാലിക്കണം എന്നുള്ളതാണ് വാസ്തവം. അല്ലെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പ് ഒക്കെ നല്ല രീതിയിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ എല്ലാം തന്നെ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാം. പക്ഷെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാമെങ്കിലും മാറ്റം ഉൾക്കൊള്ളാനായിട്ട് അല്ലെങ്കിൽ ഒന്ന് മാറാൻ, ഒന്ന് ചേഞ്ച് ചെയ്യാൻ, നമ്മുടെ ചെറിയ ചെറിയ സ്വഭാവത്തിലെ പാളിച്ചകൾ അല്ല എങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്നതിലെ പാളിച്ചകളൊക്കെ മാറ്റാൻ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. അപ്പൊ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യില്ല, എൻ്റെ ഡെവലപ്മെന്റ്, എൻ്റെ പേഴ്സണൽ ഗ്രോത്ത്, എൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതിനുവേണ്ടിയാണ് ഞാൻ മാറ്റങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകേണ്ടത് എന്നുള്ള തിരിച്ചറിവ് എപ്പോഴും നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളും അല്ലെങ്കിൽ അതിനെ ഫേസ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ഒരു ധൈര്യം ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളെ സഹായിക്കും. ഇപ്പൊ കമ്മ്യൂണിക്കേഷന്റെ കാര്യത്തിലായാലും നമ്മൾ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്തെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് മുമ്പോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് സാധിക്കുള്ളൂ. ബി ഹാപ്പി, ബി കോൺഫിഡന്റ്.